കാമാക്ഷി പഞ്ചായത്ത് ഓഫീസിൽ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം. കാമാക്ഷി പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെടുന്ന കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തതാണ്. പ്രതിമാസം ലഭിക്കുന്ന 1600 രൂപ പെൻഷനാണ് ഏക വരുമാനം. പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ. തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവർക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകുവാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല. പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ ഉത്തരവാദിത്വമില്ലായ്മയാൽ നഷ്ടപ്പെടുത്തിയെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെ ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും വാർഡ് മെമ്പറും ഭരണകക്ഷി അംഗവുമായ സോണി ചെള്ളാമടം പ്രതികരിച്ചു. അതെ, ഈ ചേച്ചി നമ്മുടെ അതിദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ടയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ഇവിടെ നമ്മൾ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് ഭക്ഷ്യക്കിറ്റ് മരുന്ന് എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വീടില്ല, ഇവർക്ക് വേറെ ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് മിഷനിൽ ഇവർക്ക് വീട് കിട്ടാനുള്ളൊരു ലിസ്റ്റിലുണ്ട്. ഇവർക്ക് ഭൂമി ഇല്ലാത്തത് കൊണ്ട് ഭൂമി വാങ്ങി ഒറ്റയ്ക്കുള്ള ഒരാളെ ഇപ്പം അങ്ങനെ ചെയ്യാനുള്ള സർക്കാർ ആകുന്നില്ല. ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു, ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ ഫ്ലാറ്റ് മുരിക്കാശ്ശേരിയിൽ ഫ്ലാറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇവർക്ക് വീട് അവിടെ ഫ്ലാറ്റ് കൊടുക്കാമെന്ന നിലയിലാണ് പറഞ്ഞത്. അതനുസരിച്ച് പഞ്ചായത്ത് കമ്മിറ്റി കഴിഞ്ഞ നവംബറിലാണ് എനിക്ക് തോന്നുന്നത് ഇത് പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യും. പഞ്ചായത്ത് കമ്മിറ്റി ഏകോപണ്ടമായിട്ട് ഇവർക്ക് ഫ്ലാറ്റ് ലഭിക്കുന്നവരെ വാടക പഞ്ചായത്തിൽ നിന്ന് 1000 രൂപ വെച്ചിട്ടുള്ള വാടക കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് ഇവർ അപേക്ഷകളുമായിട്ട് വന്നു. അപ്പോൾ അത് പല സാഹചര്യങ്ങളിലും ഇവരുടെ അപേക്ഷകൾക്ക് കുറേ കുറവുകളൊക്കെ തിരുത്തി. എനിക്ക് തോന്നുന്നത് ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ഈ തങ്കമ്മ ചേച്ചി അപേക്ഷ ഇവിടെ കൊടുത്തിരുന്നു. ഞാൻ അപേക്ഷ കൊടുക്കുമ്പോൾ ഞാനവിടെ ബന്ധപ്പെട്ടാണ് അപേക്ഷ കൊടുത്തത്. അത് അർഹതയാണ്. അപ്പോൾ അതിനുശേഷം എന്നോട് ചേച്ചി എനിക്ക് തോന്നുന്നത് ഏപ്രിൽ അവസാനമാണ് എന്നോട് സംസാരിച്ചിരുന്നത്. എനിക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാങ്കിൽ അന്വേഷിക്കാൻ പറഞ്ഞു. ബാങ്കിൽ നിന്ന് ഇവരുടെ പാസ്ബുക്ക് പതിപ്പിച്ച് ഇവർ നോക്കിയപ്പോൾ ഇവർക്ക് പൈസ വന്നില്ല. ഞാൻ ഇവിടെ പഞ്ചായത്തിൽ വന്ന് പറഞ്ഞു. അപ്പോൾ ഫയൽ തപ്പിയപ്പോൾ ഫയൽ നഷ്ടപ്പെട്ടു എന്നാണെന്ന് സ്റ്റാഫ് എന്നോട് പറഞ്ഞത്. പഞ്ചായത്തിൽ നിന്ന് ഇവർ കൊടുത്ത ഫയൽ നഷ്ടപ്പെട്ടു. അവർ വീണ്ടും അത് റീ ഓപ്പൺ ചെയ്ത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റീ ഓപ്പൺ ചെയ്തതിന് ശേഷം വേണ്ട ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ മിക്കവാറും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കാര്യം എനിക്കറിയാവുന്ന കേസായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ള പൈസ കൊടുത്തിട്ടില്ല. വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു തിങ്കളാഴ്ച പൈസ കൊടുക്കാം, ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പം ഇതിൽ റിപ്പോർട്ട് പോലും വിഒയ്ക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. റിപ്പോർട്ട് തേടി ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ച ഒരു റിപ്പോർട്ട് വിഒയുടെ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അയച്ചിട്ടേ ഉള്ളൂ എന്ന് പിന്നീട് മനസ്സിലായി. ഞാൻ അവരോട് ഈ കാര്യത്തെക്കുറിച്ച് ഇത്തിരി രൂക്ഷമായിട്ട് തന്നെ സംസാരിക്കും. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടെന്ന് വൈസ് പ്രസിഡന്റ് റെജി മൂക്കാട്ട് പറഞ്ഞു. വാടക സംബന്ധിച്ചുള്ള പ്രശ്നം 16-ാം തീയതി 3 ദിവസം മുമ്പത്തെ കമ്മിറ്റിയിൽ മാത്രമാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഈ ഒരു പ്രശ്നം എത്തിച്ചേർന്നത്. വാടക സംബന്ധിച്ച് ചേച്ചി അപേക്ഷ വെച്ച കാര്യങ്ങളോ അതിന് ശേഷമുള്ള കാര്യങ്ങളോ കമ്മിറ്റിയിൽ സംസാരിക്കുകയും ആ ചേച്ചി അതിദരിദ്ര കുടുംബാംഗം എന്നുള്ള നിലയിൽ അവർക്ക് അവകാശപ്പെട്ട പൈസ വാടകയാണ് വാടക, അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്ക് ഭരണസമിതി അന്ന് തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമസേവകൻ VEO ആണ് അതിദരിദ്ര കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ആളെന്ന നിലയിൽ VEOയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആ പണം കൊടുക്കാൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ആൾക്കാർ പ്ലേക്കാർഡൊക്കെ എഴുതി കൊടുത്ത് ഈ ഭരണസമിതി കാര്യങ്ങൾ അറിഞ്ഞ് അത് തീരുമാനമെടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ചേച്ചിയെ ഇവിടെ കൊണ്ടുവന്നിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിദരിദ്ര കുടുംബം എന്നുള്ള നിലയിലും ചേച്ചി അർഹിക്കുന്ന ആൾ എന്നുള്ള നിലയിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അവരെന്തൊക്കെയാണോ അർഹിക്കുന്നതെല്ലാം നൽകുന്നതിന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 16-ാം തീയതി തീരുമാനം. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനവും താമസം കൂടാതെ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഇന്ന് തങ്കമ്മ പ്ലക്കാർഡും പിടിച്ച് പഞ്ചായത്തിന് മുൻപിലും തുടർന്ന് പ്രസിഡന്റ് ചേംബറിലും പ്രതിഷേധവുമായി എത്തിയത്. ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് നിരാലംബയായ വൃത്ത പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയതെന്ന ആരോപണം ഉയരുകയാണ്.